ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് വൈബ്. മദ്രാസി ശിവകാർത്തികേയൻ്റെ ഏറ്റവും പുതിയ ചിത്രം. ശിവകാർത്തികേയനും AR മുരുകദാസും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം. ഡയറക്ടർ AR മുരുകദാസിൻ്റെ ഡയറക്ടർ AR മുരുകദാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പുള്ള ഈ വർഷത്തെ കോളിവുഡിലൊരു ഹൈപ്പുള്ള ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചിത്രമാണ് മദ്രാസി എന്നത്. മദ്രാസിയുടെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. പക്ഷേ അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ വൗ ഫാക്ടർ അടിച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം ശിവകാർത്തികേയൻ്റെ അടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു ഗ്രോത്താണ് ഈ സിനിമ ഗ്രോത്താകും ഈ സിനിമയെന്നാണ് എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തുപ്പാക്കി അല്ലെ വിജയുടെ തുപ്പാക്കിയുടെ ചില ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതേ മോഡലൊരു കഥയാണെന്ന് തോന്നുന്നു. അതോടൊപ്പം ബിജു മേനോൻ നല്ലൊരു റോളാണെന്ന് തോന്നുന്നു ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബിജു മേനോൻ്റെ പ്രസൻസും ട്രെയിലറിൽ കാണുവാനായിട്ട് സാധിച്ചു. നല്ലൊരു റോളാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് മലയാളത്തിൽ ഇപ്പോൾ ബിജു മേനോനെ കണ്ടത് ഒത്തിരി നാളായി. നല്ലൊരു റോളാണെന്ന് തോന്നി ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ട്രെയിലറാണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. AR മുരുകദാസിൻ്റെ സ്റ്റൈലിലുള്ള ആ ഒരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളുമാണെന്ന് തോന്നുന്നു. അതായത് പഴയ AR മുരുകദാസ്, അജിത്തിന് ദീന, സൂര്യയ്ക്ക് ഗജനി, വിജയ്ക്ക് തുപ്പാക്കി, വിജയകാന്തിന് രമണ, അങ്ങനെയുള്ള ഏഴാം അറിവ്, അങ്ങനെയുള്ള നല്ല സൂര്യയ്ക്ക് ഏഴാം അറിവ്, അങ്ങനെയുള്ള നല്ല സിനിമകൾ ചെയ്ത ആ ഒരു AR മുരുകദാസിൻ്റെ ആ ഒരു പ്രൈം ടൈം ആ ഒരു ട്രെയിലറാണ് ഇത് കാണുവാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം എടുത്ത സിനിമകളൊന്നും അത്ര വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺഫോൾ ആയിരുന്നു അദ്ദേഹം. ഹിന്ദി പോയി സിക്കന്ദർ ആയിക്കോട്ടെ, ദർബാർ രജനീകാന്തിനെ വെച്ച് ചെയ്ത ദർബാർ ആയിക്കോട്ടെ, ഒന്നും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഡൗൺഫോളിലിരിക്കുമ്പോഴാണ് ഈ ഒരു പടം ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മുരുകദാസിനൊരു കമ്പാക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതോടൊപ്പം ശിവകാർത്തികേയൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചുമ്മാ ഒരു പടം സെലക്ട് ചെയ്തില്ല എന്ന കാര്യത്തിലും യാതൊരു ഡൗട്ടുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ട്രെയിലർ കണ്ടപ്പോൾ തിയേറ്ററിലൊന്ന് കാണാൻ കൊള്ളാവുന്നൊരു ഐറ്റം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല എൻഗേജ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് വില്ലൻ, തുപ്പാക്കിയിലെ വില്ലൻ തന്നെയാണ് ഇതിലും വില്ലനാണ് അഭിനയിച്ചിരിക്കുന്നത്. തുപ്പാക്കിയിലും നമ്മൾ അഞ്ചാനിലും ഒക്കെ അദ്ദേഹത്തെ കണ്ടതാണ്. വിദ്യുത് ജമാൽ അദ്ദേഹമാണ് ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിലെ രണ്ട് ഡയലോഗുകൾ എനിക്ക് വളരെയധികം ആകർഷണീയമായി തോന്നി ട്രെയിലറിൽ. ശിവകാർത്തികേയൻ പറയുന്ന മുടിഞ്ഞാ തുടരാന്നുള്ള ഡയലോഗും, അതോടൊപ്പം വില്ലൻ പറയുന്ന തുപ്പാക്കി അവൻ കയ്യിൽ എന്താ നാന്താണ്ട വില്ലൻ എന്ന് പറയുന്ന ആ ഡയലോഗും, അതായത് ഗോട്ട് പടത്തിൽ വിജയാണല്ലോ തുപ്പാക്കി ശിവകാർത്തികേയന് കൊടുത്തതും അടുത്ത ഒരു തമിഴ് സിനിമയുടെ അടുത്ത ഒരു വലിയ ഹീറോ ആയിട്ട് ശിവകാർത്തികേയനെ ഒരു പ്രോമിസിങ് ഹീറോ ആയിട്ട് കണ്ട് ശിവകാർത്തികേയനെ കൊടുത്തതും അതുകൊണ്ട് ആ ഒരു ഡയലോഗ് പോലെ തോന്നി. ആ ഒരു ഡയലോഗുമായിട്ടുള്ള ഇതായിട്ട് തോന്നി എനിക്ക് ഈ ഒരു ഡയലോഗ് ട്രെയിലറിൽ കണ്ടപ്പോൾ. തുപ്പാക്കി അവൻ കയ്യിൽ എന്താ നാന്താണ്ട വില്ലൻ എന്ന് പറഞ്ഞുള്ളൊരു നല്ലൊരു അടിപൊളി ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ശിവകാർത്തികേയൻ പറഞ്ഞ മുടിഞ്ഞാ തുടരാന്നുള്ള ഡയലോഗും. ഏതായാലും നല്ലൊരു ശിവകാർത്തികേയൻ്റെ ആ ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ അമരന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അമരൻ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇതിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു അമരൻ. 300 കോടിയിലധികമാണ് അദ്ദേഹം ആ ചിത്രം നേടിയത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ശിവകാർത്തികേയൻ ചിത്രമായതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഹൈ ലെവലിലാണെന്ന് പറയാം. ഏതായാലും നല്ലൊരു ട്രെയിലറാണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അതായത് കേരളത്തിൽ ഓണമാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഏതായാലും പോസിറ്റീവ് വന്നാൽ പടം കയറി കൊടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ശിവകാർത്തികേയൻ എന്നത് തമിഴിലെ ഒരു മുൻനിര നായക നിരയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി സപ്പോർട്ടുള്ള ഒരു ഹീറോയാണ്. പോസിറ്റീവ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിൻ്റെ കരിയറിലെ അടുത്തൊരു റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷൻ ആവുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.